ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയെ അറിയിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഇക്കാര്യത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. ജീവനക്കാരായിരുന്ന 3 യുവതികളുടെയും ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് നടന്നായുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. മാത്രമല്ല, ഡിജിറ്റൽ വിവരങ്ങളായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫോണ്, CCTV ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയായിരുന്നു പോലീസിന്റെ അന്വേഷണം. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ വിശദമായ സാമ്പത്തിക പരിശോധന ക്രൈംബ്രാഞ്ചും ആദ്യഘട്ടത്തിൽ നടത്തി. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ 3 ജീവനക്കാരികൾ ചേർന്ന് 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള, അതല്ലെങ്കിൽ ക്രമക്കേട് നടത്തി എന്നുള്ള കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചും സമാനമായി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ഇങ്ങനെ ഒരു നീക്കം ക്രൈംബ്രാഞ്ച് മൂവ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ഈ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യ ഹർജി എതിർത്ത് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നാളെ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഈ റിപ്പോർട്ടും അവരുടെ ഈ ജാമ്യ ഹർജി അവർ എതിർത്ത് നടത്തിയിട്ടുള്ള വാദങ്ങളും നൽകിയിട്ടുള്ള തെളിവുകളും സ്വാഭാവികമായും വലിയ ഘടകമായി മാറും. വിജയകുമാർ, ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.